ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭ കേസിലാണ് ശിക്ഷ. സ്വാതി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സ്വാതി, ഏത് കോടതിയാണ് ശിക്ഷ വിധിച്ചത്? വിശദാംശങ്ങൾ. ഷമി, 2024 അതായത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 5 ആരംഭിച്ചിട്ടുള്ള കലാപത്തെ തുടർന്ന് പ്രക്ഷോഭം ശക്തമായിരിക്കുന്നു ബംഗ്ലാദേശിൽ. അതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നിലം പൊത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഒരു ഇടക്കാല സർക്കാർ വന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിന് മുഖ്യ നേതൃത്വം നൽകിയത് ഷെയ്ഖ് ഹസീനയും കൂട്ടരുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ധാക്ക സ്പെഷ്യൽ ട്രൈബ്യൂണൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഇടക്കാല സർക്കാർ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ട്രൈബ്യൂണലിനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് ഏറ്റെടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്. അതിനുശേഷം ഇന്ന് തന്നെ വിധി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശമൊക്കെയും നൽകുകയും അത്തരത്തിലൊരു വിധി വരുമ്പോൾ ഇതിൽ ഒരു മനുഷ്യരാശിക്ക് നിരക്കാത്ത തരത്തിലേക്കുള്ള പ്രക്ഷോഭത്തിനെ, വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്നതിന് എല്ലാവിധ നേതൃത്വവും നൽകിയത് ഷെയ്ഖ് ഹസീനയാണ് എന്നുള്ളത് ഉത്തരവിട്ടുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, മുൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അസദുസ്സമാൻ ഖാൻ കമാൽ, അതോടൊപ്പം മുൻ AIG ചൗധരി, ഈ 3 പേർക്കും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. വധശിക്ഷ തന്നെയാണ് 2 പേർക്ക് വിധിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 1400ഓളം വിദ്യാർത്ഥികളടക്കം 1400ഓളം പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വിധി വന്നിട്ടുള്ളത്. നിലവിൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. ദില്ലിയിലെ ഒരു പ്രത്യേക താവളത്തിലാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന തുടരുന്നത്. ഈ വിധി പുറപ്പെടുവിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ ധാക്കയിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാക്കയിലും ഈ ഷെയ്ഖ് ഹസീനയുടെ വസതിക്ക് മുന്നിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ബുൾഡോസറുകൾ അടക്കം ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ വസതിക്ക് മുന്നിൽ അണിനിരന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് വീണ്ടും ധാക്ക പോകുമോ, ബംഗ്ലാദേശ് പോകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഇത് സംബന്ധിച്ച് വിവിധ ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട്, ഈ കലാപവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതായത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 5 ഇത്തരത്തിലൊരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. വീണ്ടും സംവരണം പുനഃസ്ഥാപിച്ചതിനെ അതിൻ്റെ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നത്. ആ വിദ്യാർത്ഥികളെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് പോലെ തന്നെ മനുഷ്യരാശിക്ക് നിരക്കാത്ത തരത്തിലുള്ള ആക്രമണമാണ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സംഘം അല്ലെങ്കിൽ പോലീസ് നടത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികളെ ക്രൂരമായി കൊലപ്പെടുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പ്രക്ഷോഭം നീങ്ങുന്ന സാഹചര്യം ഉണ്ടായെന്നും ഇപ്പോൾ കോടതിയുടെ വിധിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, തീവെപ്പുകൾ, അതോടൊപ്പം തന്നെ തിരോധാനങ്ങൾ, ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിൽ കൃത്യമായ പങ്ക് ഷെയ്ഖ് ഹസീനയ്ക്കും ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകിയിട്ടുള്ള ഭരണകൂടത്തിനും ഉണ്ട് എന്നിപ്പോൾ സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഷമി, ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് സ്വാതിയാണ്. സ്വാതി, ഇതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹസീനയുടെ വാദം കോടതി കേട്ടിരുന്നോ? ഷെയ്ഖ് ഹസീന എന്തൊക്കെയാണ് കോടതിയെ അറിയിച്ചിരുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിചാരണ ആരംഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ വിചാരണ വേളയിലൊക്കെ തന്നെയും ഈ ട്രൈബ്യൂണലിന്റെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ട്രൈബ്യൂണലിന് വേണ്ടി വാദിച്ചിട്ടുള്ള അഭിഭാഷകർക്കെതിരെയൊക്കെയും ഷെയ്ഖ് ഹസീന രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. അതായത് ഈ പറയുന്നതൊക്കെയും ഈ പ്രചരണങ്ങളൊക്കെയും തെറ്റാണ്, അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന് പൂർണ്ണമായും ആ അഭിഭാഷകരെല്ലാം തള്ളിക്കൊണ്ടാണ് ഷെയ്ഖ് ഹസീന അന്ന് തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ ഇടയ്ക്ക് ഈ വിധി വരുന്നതിന് അല്ലെങ്കിൽ ഈ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ പോലും ഷെയ്ഖ് ഹസീന വിവിധ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയിരുന്നു. ആ അഭിമുഖത്തിലൊക്കെ തന്നെയും ഈ ബംഗ്ലാദേശ് കലാപവുമായി ബന്ധപ്പെട്ട് തന്നെ തനിക്ക് ഈ ഇത്തരത്തിലുള്ള വാദങ്ങളൊന്നും ശരിയല്ല. ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടുത്തെ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. സ്വാതിയാണ് വിശദാംശങ്ങൾ നൽകിയത്.